സർക്കാരിന്റെ വാഹനത്തിൽ ബസ്സിൽ ഫ്രീ സർവീസ് ഉണ്ടായിരിക്കുമെന്ന് ആ വാക്തത്വം കൂടി ഗവൺമെന്റ് പാലിക്കുകയാണ്. എങ്ങനെ എല്ലാത്തിനും ചേർന്ന് നിന്നുകൊണ്ട് സാധാരണക്കാരോട് ചേർന്ന് നിന്നുള്ള ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമുക്കറിയാം, ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പേരാമ്പ്രയുടെ അഭിമാനമായി മാറിയ പേരാമ്പ്രയുടെ മണ്ണിനെയും മനസ്സിനെയും തിരിച്ചറിയ നമ്മുടെ പ്രിയങ്കരിയായ MLA ആണ്. MLA പേരാമ്പ്രയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നില്ല മുഴുവൻ സഹപ്രവർത്തകരെയും UDF നേതാക്കളെയും സാധാരണക്കാരെയും വനിതാ മഹിളാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളിപ്പം സന്തോഷിച്ച പോലെ പടിപടിയായിട്ട് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. കേരളത്തിൽ ഇന്നത്തെ ദിവസം ചരിത്രപരമായിട്ട് എല്ലാ സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളം, എല്ലാ അമ്മമാരെയും സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നിങ്ങൾക്കറിയാം, അമ്മയ്ക്ക് കൊടുത്തൊരു വാക്ക്, ഭാര്യയ്ക്ക് കൊടുത്തൊരു വാക്ക് പോലെ കേരളത്തിലെ UDF ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകിയ വാക്ക് ഇതാ പാലിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിവസം ചെറുതല്ലാത്ത ഒരു പ്രാധാന്യത്തിൽ കേരള ചരിത്രത്തിൽ കുറിക്കപ്പെടും. നിങ്ങൾക്കറിയാം, പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്, നിരവധി സ്ത്രീകളുണ്ട്. അവര് ഈ ചടങ്ങ് നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീകളെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ്. കേരളത്തിലെ പൊതുജനങ്ങളുടെ താല്പര്യം ഇതിനേക്കാൾ പ്രാധാന്യം നിങ്ങൾക്ക് നൽകിയ വാക്ക് ആദ്യത്തെ ക്യാബിനറ്റിൽ കൊണ്ടുവരികയും ഇന്നേ ദിവസം നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഏറെ വിശ്വാസമാണ് ഈ സർക്കാരിലുള്ളത്. നമ്മളെ പോലെയുള്ള സ്ത്രീകളെ, നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ, അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ, ആശാ വർക്കർമാരെ, അംഗനവാടി ജീവനക്കാരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഈ സർക്കാരിന് അഭിവാദ്യം, പേരാമ്പ്രയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിവാദ്യം അറിയിക്കുകയാണ്. ഈ ബസ് സർവീസ്, പേരാമ്പ്രയിൽ നിന്നുള്ള ഈ ബസ് സർവീസ്, സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് നൽകുന്ന ഈ ബസ് സർവീസിന് ഇവിടെ തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഏറെ സന്തോഷപൂർവ്വം നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സർക്കാരിനോടൊപ്പം നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള വാക്കുകൾ മാത്രം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ശതമാനം എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കേരളത്തിൽ ഉടനീളമുള്ള സ്ത്രീകള്, ദിവസവും ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വലിയ ആശ്വാസമാണ്. നിങ്ങൾക്ക് അവിടുന്ന് ₹1 ലാഭിക്കാൻ പറ്റിയാൽ അത് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യുന്ന വാല്യൂ ചെറുതല്ല. നോക്കിയാൽ UDFന്റെ 5 ഗ്യാരണ്ടികളിൽ ഒന്നാണ് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. പലതും നടപ്പിലാക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര വേഗം ഒരു സർക്കാർ അധികാരത്തിലെത്തിയിട്ട് അതിവേഗം 21 മാസം ആവുന്നതിന് മുന്നേ പറഞ്ഞ വാക്ക് പാലിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഒരു മികച്ച ഒരു ഗവൺമെന്റിന്റെ. ആദ്യമായിട്ട് പറയാനുള്ള, ഞങ്ങള് ഇന്ന് ഈ MLAന്റെ കൂടെ ഫസ്റ്റ് യാത്രക്ക് ഫസ്റ്റ് യാത്ര ചെയ്യേണ്ടിട്ട് തന്നെ വന്നതാണ്. ഞങ്ങള് MLA എവിടെ ഇറങ്ങുന്ന വെച്ചാൽ അവിടെ ഇറങ്ങാൻ തീരുമാനിച്ച കാര്യം. കേരള സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അതിന്റെ 1ാം ഘട്ടം എന്നോണം സ്ത്രീകൾക്കെല്ലാം ആശ്വാസമായിട്ട് സൗജന്യ ബസ് യാത്ര, KSRTC ബസ് യാത്രയാണ് ഇന്ന് രാവിലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വലിയ സേവിങ് കൂടിയാണ്. അതുകൊണ്ട് സർക്കാരിന് എല്ലാ സ്ത്രീകളുടെയും ഭാഗത്തു നിന്നുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒത്തിരി ആളുകളാണ് നഗരത്തിലേക്ക് പോകുന്നത്. ഇത് ജില്ലയുടെ ഒരു അറ്റത്ത് കിടക്കുന്ന പ്രദേശമാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നഗരത്തിലേക്ക് ജോലി പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ആശ്വാസമായിട്ടുള്ള പദ്ധതിയാണ് ഇന്നത്തോടെ നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സന്തോഷവും ആ ഒരു ആശ്വാസമാണ് ജനങ്ങളുടെ മുഖത്തുള്ളത്. വളരെ ഉപകാരപ്പെട്ട പദ്ധതി, അടിപൊളി. VD സതീശൻ എല്ലാവിധ അഭിവാദ്യങ്ങളും.
ആശംസകൾ. എനിക്ക് പറയുകയാണെങ്കിൽ സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. കാരണം ഈ ചെറിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മുടെ ബസ്സിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അവർക്ക് വലിയൊരു തുക നമ്മുടെ ബാലൻസ് ആയിട്ട് മാറ്റിവെക്കാനും ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്താനും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത്. കണ്ടക്ടർമാരെ സംബന്ധിച്ച് ഇത്തിരി പണി നന്നായിട്ട് കൂടുന്നുണ്ടെങ്കിൽ കൂടി അത് സാധാരണക്കാർക്കും സ്ത്രീകൾക്കും കൂടി ഒരു ഉപകാരപ്പെടുന്ന പദ്ധതി ആയതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ അതിന്.